ബൈക്കുട്ടിയാണ് ഇവിടെയൊക്കെ ഇങ്ങനത്തെ മോലിന് എവിടുന്ന കിട്ടൂട്ടിയ അത്ര സുജാത്തിന് പോകില്ല അത്ര സുജാത്തിന് അതിനെ കുട്ടിച്ചക്കിട്ട് 10 രൂപ ഇത് വെറുതെ അല്ലല്ല ഇത് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയുമ്പോ മനുഷ്യന്റെ മുഖത്തേക്ക് പോകണം അതല്ല ഇയാൾ പറയുന്ന കാര്യമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ 3 ബൈക്ക് പോയിട്ട് നിങ്ങൾ അടുപ്പങ്കല്ല് കൂട്ടിയമാര് പോയി നിന്ന സംഗതി അടുപ്പില്ലെങ്കിൽ ഡേറ്റത്തേക്ക് വരും ഇതാ ഇയാൾ നിൽക്കാൻ മാറി നിൽക്കി 50,000 രൂപ താത്ത എണ്ണി കൊടുത്തതാണ് ഇപ്പൊ വസ്തുവിൽ വാങ്ങി വെച്ചാൽ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിങ്ങൾ 13 ആഴ്ച ചെയ്യില്ല ഈ റമദാനോട് വന്ന 8ാമത്തെ ആഴ്ചയാണ് അവനെ ഞാൻ കുട്ടീനെ വേറെ കൊടുക്കല്ലേ ബൈക്കുട്ടിയാണ് ഇവിടെയൊക്കെ ഇങ്ങനത്തെ മോലിന് എവിടുന്ന കിട്ടൂട്ടിയ അത്ര സുജാത്തിന് പോകില്ല അത്ര സുജാത്തിന് അതിനാ പറയും ഞാനല്ല ഇയാളെ അങ്ങോട്ട് തിരിഞ്ഞു കൗങ്ങിനും തെമ്പിന് ഒരു തളപ്പ് ഉണ്ടോ നോക്കി നോക്കും കൗങ്ങിനും തെങ്ങിനും ചൊരേ തളപ്പറ്റി വരണ്ട ഇഞ്ച മൂത്തുകൊക്കെ കുഞ്ഞുവേക്കെ പറയുന്നത് കുറച്ചൊക്കെ സ്വീകരിച്ച മുഴുവൻ സ്വീകരിച്ചപ്പോൾ ചാടിയിൽ പോകുമല്ലോ ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് കൊണ്ടേക്കോ ആ എന്റെ ഒരു കുറ്റിലാണ് 1.5 ലക്ഷം ഉറുപ്പ്യ വില ഇത് 1.5 ലക്ഷം ഉറുപ്പ്യ നിങ്ങളെല്ലാം പറ്റാണല്ലേ പൈസന്റെ കാര്യമല്ല അതിനെ കുട്ടിച്ചക്കിട്ട് 10 രൂപ ഇത് വെറുതെ അല്ലല്ല ഇത് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയുമ്പോ മനുഷ്യന്റെ മുഖത്തേക്ക് പോകണം അതല്ല ഇയാൾ പറയുന്ന കാര്യമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ 3 ബൈക്ക് പോയിട്ട് നിങ്ങൾ അടുപ്പങ്കല്ല് കൂട്ടിയമാര് പോയി നിന്ന സംഗതി അടുപ്പില്ലെങ്കിൽ ഡേറ്റത്തേക്ക് വരും ഇതാ ഇയാൾ നിൽക്കാൻ മാറി നിൽക്കി 50,000 രൂപ താത്ത എണ്ണി കൊടുത്തതാണ് ഇപ്പൊ വസ്തുവിൽ വാങ്ങി വെച്ചാൽ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിങ്ങൾ 13 ആഴ്ച ചെയ്യില്ല ഈ റമദാനോട് വന്ന 8ാമത്തെ ആഴ്ചയാണ് അവനെ ഞാൻ കുട്ടീനെ വേറെ കൊടുക്കല്ലേ ഇവിടെ കൊടുന്നടാ വേടിയാ നിങ്ങൾ തോൽച്ചങ്ങായി അത് നിങ്ങളെ വണ്ടി കയറില്ലാക്ക ഇത് ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാർ ഇഞ്ചര്യത്തിൻ്റെ നിങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ നിങ്ങൾ മാത്രമൊന്നുമല്ല പറഞ്ഞ കേൾക്കുന്ന ആൾക്കാർ ഇനി വരേണ്ട ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരേണ്ടക്ക ലക്ഷക്കണക്കിലേ ഇതുണ്ടെങ്കിൽ ഞാൻ അമ്മനായിട്ട് എന്തിനാ കാണിച്ചതെന്ന് വെച്ചാൽ കാണിച്ചത് ഇവിടെയൊക്കെ ഇതാ ഈ പൗറിന് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ അതിന്റെ പാലോ നാമച്ചൊക്കെ ഇതാണ് പവർ കേട്ടോ 4,500 രൂപ ചവിട്ടി പൊട്ടിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ മോല എന്നാ കാറ്റപ്പുറത്തൊരു പുറത്താളും ഉണ്ട് ഒരു പൈക്ക് അതടി വിട്ടെടുത്താ കാട്ടിവിടെ എടാ ഇതാടാ കൊണ്ടുപോണേടാ വെടി വെച്ചങ്ങളെ ഉണ്ട തെറിച്ചുള്ളൂ എന്നാ പോലെ എനിക്ക് ഇതാ മുതൽ കാണുന്നുണ്ടോ പണ്ട് ചങ്ങായി ചുക്കേറ്റ് പോയായിരുന്നു കോഴിക്കോട് അന്ന് അതിട്ട് ചെന്നപ്പോൾ കുരുളകിനെ വില പറഞ്ഞു കുരുളകേറ്റ് ചെന്നപ്പോൾ പറഞ്ഞു ചുക്കിനെ വില രണ്ടും കൂടിയിട്ട് ചെന്നപ്പോൾ പറഞ്ഞു അന്ന് പാണ്ടിയിൽ തുറന്നിട്ടുമില്ല എന്ന മാതിരി നല്ലത് കൊണ്ടുവരുമ്പോൾ നല്ല വെച്ചിട്ട് വെച്ചു ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഉള്ളതൊക്കെ നുള്ളിപ്പുറക്കി പോയിക്കാൻ നല്ലത് വാങ്ങിക്കൊണ്ടുണ്ടാവും അന്ന് ഇതേ കുട്ടി അയച്ചുട്ടിയതല്ലപ്പാ അത് പെറ്റിൻ്റെതാണ് കുട്ടിനെ എന്താ അത് മനസ്സിലായി ആ അർത്ഥം ഇത് തെളിച്ച് മനസ്സിലായി അതല്ല അല്ല ഇത് കണക്കൂട്ടാൻ പറ്റും ഇത് പെറ്റതല്ലാന്നോ അത് ഇത് ഉണ്ടാവില്ലാന്നോ എന്താ പറഞ്ഞേ അയച്ചത് മനസ്സിലായി ഇതെന്താ സംഗതി ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ല എന്താ പറഞ്ഞതിന്റെ അർത്ഥം അത് നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾ നമ്മളൊരു ആൾക്കാരാന്നുള്ള ആൾക്കാണ് ഒരു വെപ്പൊക്കെ നിങ്ങളല്ലേ പറ്റുള്ളൂ അല്ല വെപ്പൊക്കെ അവനാൻ്റെ ആൾക്കാരല്ലേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ്
ആ ആ ഉപ്പൊക്കെ എന്തായിക്കോട്ടെ കാര്യം നടക്കും. എട്ടാണെങ്കിൽ ഇത് ഈ പഞ്ച് ഇതിൻ്റെ തോത്ത് ഞാനിവിടെ ഉള്ള കാലം വരെ ഞങ്ങൾ കേട്ടു വാ ഇറങ്ങി വാ. മന്ദിരം ഏറിയ വില കയറും, മന്ദിരം ഏറിയ വില കയറും, മന്ദിരം കൂടിയാലാണ് വില കയറുക. ഇത് വരിക എന്തെങ്കിലും രണ്ട് വർത്തമാനം പറയുകയാണെങ്കിൽ കാര്യം നടന്ന പോയല്ലോ. ഇത് ചങ്കിൽ വെള്ളം പറ്റിയ വില കയറും, യാതൊരു സംശയ കരുത്തില്ല. ഇവിടെ ഇറങ്ങി വാ. അപ്പൊ ആ തുണി മടക്കി കുത്തിൽ കണ്ടപ്പോ അത് വാങ്ങാൻ വരുന്നതാണ്. വാ എന്നാ തുണി താത്തിട്ട് ഞാൻ വലിയ പിണറായി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. അപ്പൊ മോൻ്റെ അടുത്ത് അതാണ് ഞാൻ പിന്നെ പറയാത്തത്. ഞാൻ അപ്പൊ അതിന്റെ ഒരു വിലയൊക്കെ ഞാൻ കണ്ടിരിക്കണിച്ച് അത് നിങ്ങൾ കുറിച്ച് തരും ചോദിച്ചു. അതൊക്കെ വേറെ കാര്യം, അത് വേറെ കാര്യം. അതാണ് ഞാൻ ഇപ്പൊ അല്ലെങ്കിൽ പോകാൻ വന്നപ്പോ അത് വരും അല്ലേ. അപ്പൊ ഇതിനെ വിറ്റ 10 ഉറുപ്പിട്ടു ഞങ്ങൾ ഈ കുട്ടിനെ. മനസ്സിലായി മനസ്സിലായി. എന്നാ വേണ്ട എന്നാ ചോദിക്കാം. അതൊന്നും മുതലും നന്നു. അപ്പൊ ഞാൻ അയാൾക്കത് കൊടുത്താലും അതിന് ഇതില്ലാന്നുള്ള ആൾക്ക് പറയണ്, അതിന് പറയണ്. അല്ലാതെ ഇപ്പൊ എനിക്കൊരു ചേട ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എൻ്റെ ആ കാര്യം നടക്കണ്ടേ വേണ്ടേ. ഇത് പൊളിച്ചതും കെട്ടതും 15 ദിവസത്തെ പഴക്കമുള്ള വെള്ളമല്ല, പാത്രം നക്കണ 1 കിലോമീറ്റർ അകലത്തേക്ക് കേൾക്കുമനെ. അതുകൊണ്ട് പറയണ് അല്ല ഉണക്കലുണ്ടേക്കും. അതൊക്കെ ഓർത്തിക്കുക, അതൊക്കെ നോക്കട്ടെ. മനസ്സിലായി. ഈ ബഡ്ജറ്റ് പോയിക്കോ. ഇത് അന്നത്തെ എനിക്കത് പേക്കൂല. ഇത് വള്ളിക്കുന്ന സ്ഥലത്ത് അന്നലെ 5:45 ഈ കൊച്ചും കുട്ടി കൂടുതൽ 5:45. ശരി തന്നെയാണ്. ഇനി കുറച്ചടാ, ഇനി കുറച്ചോ. ഇഞ്ച കായല കുറക്കണം. ഇതാ ഇനി കുറച്ചോ കെച്ചുണ്ടോ. ആ ഇഞ്ച കായല കുറക്കണം. നിങ്ങൾക്ക് എന്താ അതിനെന്ത് മനുഷ്യനോട് വർത്താനം പറയാൻ പറ്റും. ഇത് ഇഞ്ച ആൾക്കാരെന്നുള്ള കേൾക്കാം. കൂട്ടിലെ കോഴിയാണ്. അപ്പൊ പിടിച്ച് അറക്കാച്ചിട്ടാണ്. നിങ്ങൾ ഇവിടെ എന്ത് വന്നാലും ഇവിടെ വരുമല്ലോ. ഇതാ പൈക്കാണ് ഈ വിളിച്ചിട്ട് വെറുതെ ആച്ചിലും കുത്തി പറയല്ല. അങ്ങനെ ഇട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ പോയാൽ പറഞ്ഞുതരാം. ഓല് ഇനിയിപ്പോൾ അതിൽ വേറെ എന്തൊന്നുമില്ല. 60 ഉറുപ്പ്യക്ക് ഓന് കൊടുക്കാൻ പറ്റുമോ? 5:30 60 ഉറുപ്പ്യക്ക് ഓന് കൊടുക്കാൻ പറ്റുമോ? എന്നാ ഈ തന്ത വന്നത് മേടിച്ചോ. ഒരു പേടിയും പഠിച്ചെന്നാ ഇത് മേടിച്ചോ. എന്നാ അതിന്റെ കാര്യങ്ങളോട് പറഞ്ഞാ പിന്നെ അങ്ങനെ പറയുന്നത്. ഇയാളെ പറഞ്ഞു 30 രൂപേൻ്റെ കോളം, 30 രൂപേൻ്റെ കോളം, ഇതേ പറഞ്ഞു മധ്യവോളം പറഞ്ഞ കോളം 30 രൂപ. നിങ്ങളായതുകൊണ്ട് ചോദിച്ചേ അതിന് വേണ്ടിട്ട് അല്ലി പറയില്ല. നിങ്ങളുടെ വേണ്ട, കാക്കാനുട്ടിയുടെ വേണ്ട. ഇതേ കാക്ക എനിക്ക് വേണമെങ്കിൽ ടിക്കറ്റ് കൊടുത്തേക്ക്. ഇഞ്ചിന്റെ തോത്ത് കൊടുത്തേക്ക്. പിന്നെ കൊടുത്തേച്ചോ. എന്റെ പണം ഇപ്പൊ കുഞ്ഞിക്കോയ തിരിച്ചടച്ച് ജീവുണ്ടെങ്കിൽ എന്നാ പോലെ ഇത് അങ്ങനത്തെ മുതലാണ്. എന്നാ അങ്ങനെ ഉത്തരവാദിത്തം മനക്കണ്ട ഒരു ജയിച്ചൂല. അതിലേക്കട്ടെ എന്താണ് ബെല്ലോടൊക്കെ വർത്താനം പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു മുതലേ എന്ത് മുതലാണ്. ഇത് അനവധി ഇടപെട്ടുണ്ടല്ലോ മനസ്സിലാ. അല്ല അനവധി ഇടപാട് ചെയ്തിട്ടുണ്ടല്ലോ. പോകാനെല്ലാത്തിനും വാങ്ങിക്കോ. ഞാനാ പറയാൻ 10 വയസ്സുകാരുടെ തന്തേ പറഞ്ഞ എന്നെ കൊടുക്കാൻ പറ്റി പറയുന്നത് മേടിച്ചോ. കാക്കാൻ കുട്ടി കൽപ്പിച്ചിട്ട് കുടുങ്ങാനായിട്ട് വന്നതാ. കൽപ്പിച്ചിട്ട് കുടുങ്ങാനായിട്ട് വന്നതാ. നല്ലെണ്ണ വെച്ചാൽ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ നിമ്മർത്തില്ല മക്കളെ. നല്ല മുതൽ കൊണ്ടേക്കെന്ന് പറഞ്ഞാലേ ഈ പഞ്ചുകുട്ടി എനിക്ക് കൊണ്ടുപോകണം. കുട്ടി കൊണ്ടുപോകണം. ഓല് ചോദിച്ചിട്ട് 30 ഉറുപ്പ്യക്കാർക്ക് 36 ഉറുപ്പ്യ കയറാൻ പറ്റും.